ദാവീദും ഗോലിയാത്തും. ബെത്ലഹേം എന്ന നാട്ടിൽ ദാവീദ് എന്ന ബാലകനുണ്ടായിരുന്നു. 8 സഹോദരന്മാരിൽ ഇളയവൻ അവനായിരുന്നു. ദാവീദ് തന്റെ അച്ഛന്റെ ആട്ടിൻ പറ്റങ്ങളെ മേച്ചുകൊണ്ടിരുന്നു. തമ്പുരു മീട്ടുന്നതിൽ അവൻ പ്രഗത്ഭനായിരുന്നു. ഒരു ദിവസം അരമനയിലെ കൊട്ടാര ജോലിക്കാരിൽ ഒരാൾ ദാവീദിനെ കാണാനെത്തി. ശൗൽ രാജാവാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെടുന്നു. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായി നിനക്ക് തമ്പുരു മീട്ടാമോ? തീർച്ചയായും മീട്ടാം. അന്ന് തന്നെ ദാവീദ് ശൗൽ രാജാവിനെ കാണാൻ പോയി. ശൗൽ രാജാവിനെ തന്റെ തമ്പുരുവിന്റെ നാദം കൊണ്ടും ഗാനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചു. നിനക്ക് എന്റെ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തരാം. നിനക്ക് സമ്മതമല്ലേ? എനിക്ക് പരിപൂർണ സമ്മതമാണ്. ഇസ്രായേലിന് നേരെ ശത്രുക്കൾ യുദ്ധത്തിന് വരുന്നു എന്ന വിവരം ശൗൽ രാജാവ് അറിയുന്നു. അതിനാൽ ശൗൽ രാജാവ് തന്റെ സേനയെ യുദ്ധക്കളത്തിലേക്ക് അയച്ചു. ഒരു ദിവസം ദാവീദ് തന്റെ സഹോദരന്മാരെ കാണാനായി യുദ്ധക്കളത്തിലേക്ക് ചെന്നു. അവിടെ 2 സേനകളും താന്താങ്ങളുടെ പരിവാരങ്ങളോടൊപ്പം നിന്നുകൊണ്ടിരുന്നു. യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ ചില ഭടന്മാർ ഒരു വ്യക്തിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് നല്ല ഉയരവും നല്ല വണ്ണവും ഉണ്ടായിരുന്നു. ഗോലിയാത്ത് എന്നായിരുന്നു ആ പാലസ്തീൻ രാക്ഷസന്റെ പേര്. നിങ്ങളിൽ വെച്ച് ഏറ്റവും ബലശാലിയായവനെ അയക്കൂ. ഞാനും അവനും തമ്മിൽ യുദ്ധം ചെയ്യാം. ഒരുപക്ഷേ യുദ്ധത്തിൽ നിങ്ങൾ വിജയിച്ചാൽ പാലസ്തീൻകാരായ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാവാം. ഞാൻ വിജയിച്ചാൽ ഇസ്രയേലുകാരായ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അടിമകളാവും. ദൈവം ഇസ്രായേലുകാർക്ക് തുണയായി ഉണ്ടാവും. അതുകൊണ്ട് ഇസ്രായേലുകാർ പാലസ്തീൻകാരെയോ ഗോലിയാത്തിനെയോ കണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് ദാവീദിന് നന്നായി അറിയാം. ദാവീദ് ശൗൽ രാജാവിനെ സമീപിച്ച് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നത് അസാധ്യമായ ഒന്നാണ്. നീ ഒരു ബാലകനല്ലേ, അവനോട് മല്ലിടാൻ നിന്നെ കൊണ്ടാവില്ല. ഞാൻ ആട്ടിൻപറ്റങ്ങളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹങ്ങൾ വരും. അവയിൽ നിന്നും ദൈവമാണ് എന്നെ രക്ഷിക്കുന്നത്. ഈ രാക്ഷസനിൽ നിന്നും ദൈവം എന്നെ തീർച്ചയായും രക്ഷിക്കും. ഒടുവിൽ ശൗൽ രാജാവ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ദാവീദിനെ അയക്കാൻ സമ്മതിച്ചു. ദാവീദ് ഗോലിയാത്തിനെ കാണാൻ ചെന്നു. പോകുന്ന വഴിക്ക് തന്റെ തെറ്റാലിക്ക് വേണ്ടി കുറെ കല്ലുകൾ ശേഖരിച്ചു. ഗോലിയാത്ത് പോർക്കളത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ തെറ്റാലിയുമായി സാധാരണ വേഷത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ദാവീദിനെ കണ്ട ഗോലിയാത്ത് അവനോട് ചോദിച്ചു, നീ എന്താ തെറ്റാലി കൊണ്ടുവന്നിരിക്കുന്നത്? ഞാനെന്നാ നിന്റെ വളർത്തുമൃഗമാണോ? ഇവിടെ വാ, നിന്റെ മാംസം ഞാൻ പക്ഷിമൃഗാദികൾക്ക് പിച്ച് ചീന്തി കൊടുക്കാം. എന്നാൽ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. അവൻ ഗോലിയാത്തിനോട് പറഞ്ഞു, നീ എന്നോട് പൊരുതാനായി വാളും പരിചയവുമായി വന്നിരിക്കുന്നു. ഞാൻ നീ ആരെ യുദ്ധത്തിനായി വിളിച്ചോ ആ ഇസ്രായേലുകാരെ സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ പേരിൽ പൊരുതാനായി വന്നിരിക്കുന്നു. ഇന്ന് ദൈവം നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ ശിരസ് ഛേദിച്ച് നിന്റെ മൃതശരീരം പക്ഷികൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയാക്കും. ദൈവം എന്നെ അതിനായിട്ടാണ് അനുഗ്രഹിച്ചയച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ലോകം ഇസ്രായേൽ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കും. ഗോലിയാത്തിന് ദേഷ്യം മൂത്ത് ദാവീദിനെ ആക്രമിക്കാനായി ചെന്നു. പക്ഷേ ദൈവം തന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ദാവീദ് ഭയപ്പെട്ടില്ല. അയാൾ ധൈര്യപൂർവം ഗോലിയാത്തിന്റെ നേർക്ക് ചെന്നു. എന്നിട്ട് തെറ്റാലി ഉപയോഗിച്ച് ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് തൊടുത്തു. ആ കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ ആഞ്ഞുകൊണ്ടു. മല പോലെ ഗോലിയാത്ത് നിലംപതിച്ചു. ഉടനെ ദാവീദ് ഗോലിയാത്തിന്റെ അടുത്തെത്തി അയാളുടെ കൈവശമുണ്ടായിരുന്ന വാൾ ഊരിയെടുത്ത് ഗോലിയാത്തിന്റെ ശരീരത്തിൽ കയറി നിന്നു. ഗോലിയാത്തിന്റെ വാൾ ഉപയോഗിച്ച് തന്നെ അയാളുടെ ശിരച്ഛേദം ചെയ്തു. പാലസ്തീനുകാർ തങ്ങളുടെ ബലശാലിയായ നേതാവ് നിലംപതിച്ചു കിടക്കുന്നത് കണ്ട് പേടിച്ചു വിറച്ചു. ഇസ്രയേലുകാർ അവരെ ആക്രമിച്ചു കൊന്നു കുമിച്ചുകൂട്ടി. ദൈവമാണ് തന്റെ വിജയത്തിന്റെ കാരണഭൂതനെന്ന് ദാവീദ് മനസ്സിലാക്കി. നന്ദി ദൈവമേ.